എന്നാൽ വഴിയിൽ സത്രത്തിൽ വെച്ച് യഹോവ മോശയെ എതിരിട്ട് കൊല്ലുവാൻ ഭാവിച്ചു. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 24-ാം വാക്യത്തിലാണ് ഈ അത്ഭുതകരമായ കാര്യം എഴുതിയിരിക്കുന്നത്. കർത്താവേ, എന്നെ അല്ല വേറെ ആരെങ്കിലും തിരഞ്ഞെടുക്കണമേ എന്ന് പറഞ്ഞ് അപേക്ഷിച്ച ഒരു മോശയെ നിന്നെ തന്നെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ദൈവവേലയ്ക്കായിട്ട് വിളിച്ചിട്ട് ഇപ്പോൾ സത്രത്തിൽ വെച്ച് അവനെ കൊല്ലാൻ നോക്കുന്നു. ദൈവം കൊല്ലുമോ? കൊല്ലുകയില്ല. അവിടെ എഴുതിയിട്ടുണ്ട്, കൊല്ലുവാൻ ഭാവിച്ചു. ഭാവിക്കും, കൊല്ലാൻ പോകുന്നതല്ല കാണിക്കും. ഒരു ദൈവ ഭയം ഉള്ളിലിടും. എന്താ കാര്യം? കുറെ വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യം അവിടെ നടന്നു. സിപ്പോറ മോശയുടെ ഭാര്യ ആയിരുന്നെങ്കിലും മിദ്യാനിലെ പുരോഹിതന്റെ മകളായിരുന്നു. അതുകൊണ്ട് തന്നെ പരിച്ഛേദന എന്ന വിഷയത്തിൽ മോശയ്ക്ക് കീഴ്പ്പെട്ടിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. തൻ്റെ മക്കളെ പരിച്ഛേദന ചെയ്യാൻ സിപ്പോറ സമ്മതിച്ചില്ലായിരുന്നു എന്ന് വേണം കരുതാൻ. സത്രത്തിൽ വെച്ച് മോശയെ ദൈവം കൊല്ലുവാൻ ഭാവിച്ചു എന്ന് പറഞ്ഞാൽ സത്രത്തിൽ വെച്ചൊരു അസുഖം വന്നു, രോഗബാധിതനായി, മരണത്തിന്റെ വക്കോളമെത്തി. അപ്പോൾ സിപ്പോറയ്ക്ക് ഈ ബോധമുണ്ടായി. അവൾ ഒരു കൽക്കത്തിയെടുത്ത് തൻ്റെ മകന്റെ അഗ്രചർമ്മം ഛേദിച്ച് അവന്റെ കാൽക്കലിട്ടു. നീ എനിക്ക് രക്തമണവാളൻ എന്ന് പറഞ്ഞു. ഇങ്ങനെ ദൈവം അവനെ വിട്ടൊഴിഞ്ഞു. ആ സമയത്താണ് അവൾ പരിച്ഛേദന നിമിത്തം രക്തമണവാളൻ എന്ന് പറഞ്ഞത്. നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? നമ്മൾ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാണ്, ദൈവവേലയിൽ കർത്താവിന് പ്രയോജനമുള്ളവരാണ്. പക്ഷേ ജഡസ്വഭാവം കണ്ടാൽ അവൻ നമുക്കെതിരെ നിൽക്കും. എന്തുകൊണ്ട്? ദൈവം പല ഘട്ടങ്ങളിലും നമുക്കെതിരെ വരുന്നു. നമ്മുടെ ഉള്ളിലെ ജഡസ്വഭാവത്തെ പൊടിച്ചു കളയാൻ. ഒരു കൽപാത്രം താഴെ വീണ് പൊട്ടി ചിന്ന ഭിന്നമാകുന്നത് പോലെ, ഉടയുന്നത് പോലെ ഒരു മനുഷ്യന്റെ സെൽഫ് ഉടയണം. ചില സമയത്ത് ദൈവം ചില രോഗങ്ങൾ ഇട്ടു തരും, ജോലിയിൽ പ്രശ്നങ്ങൾ ഇട്ടു തരും. സ്വയനീതിയിൽ അഹങ്കരിക്കുന്നവരെ ചില പാപ സാഹചര്യങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോകും. ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നില്ല, പക്ഷെ അവരുടെ ഉള്ളിലിരിക്കുന്ന മോഹങ്ങളാൽ അവരെ വശീകരിക്കാൻ വിട്ടുകളയും. യെഹിസ്കീയാവിനെ പണ്ട് വിട്ടുകളഞ്ഞു. അവൻ വലിയ ഭക്തനാണെന്ന് അവന് തന്നെ തോന്നിയിരുന്നു. പക്ഷെ ദൈവം അവന്റെ ഹൃദയത്തിലുള്ളതെന്തെന്ന് അവനെ പുറത്ത് കാണിച്ചു കൊടുത്തു. ബാബേലിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നു, വലിയ ബഹുമാനം കിട്ടി, സന്തോഷം കിട്ടി. പക്ഷെ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല. അവൻ മഹത്വമെല്ലാം തന്നെത്താനെ എടുത്തു. ഇതുപോലെ നമ്മൾ അറിയാത്ത പലതും നമ്മുടെ അകത്തുണ്ട്. അതിൽ ഏറ്റവും ദൈവത്തിന് വിരോധമുള്ളതാണ് ജഡസ്വഭാവം. എന്തുകൊണ്ട്? ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ജഡത്തിന്റെ ചിന്ത മരണമാണ്. ഈ ലോകത്തെ ജീവനുള്ളതാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. മരണത്തിൽ നിന്ന് വിടുവിക്കേണ്ട നമ്മൾ തന്നെ മരണത്തിനടിമകളായാലോ? ആത്മാവിലാകണം, നമ്മൾ ആത്മാവിൽ ചരിക്കണം, ചിന്തിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 51 നോക്കിക്കുക. ദാവീദ് പറയുകയാണ്, കർത്താവേ, തകർന്ന മനസ്സ് ദൈവത്തിന് ഹനനയാഗം പോലെ, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കില്ല. ഉടയണം, ജഡത്തിന്റെ മനസ്സുടയണം, ദൈവത്തിന് സ്വീകാര്യമാകും. എന്ന് പറയാൻ നമ്മുടെ ചില ഇഷ്ടങ്ങളോട് ദൈവം നോ പറയും. സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. കാരണം ഇന്നാള് TV ചാനലിൽ ഒരു പ്രോഗ്രാം, അതിൽ വിദേശത്ത് വർഷങ്ങളോളം ജോലി ചെയ്ത മനുഷ്യൻ, മകളെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയ മനുഷ്യൻ, വീടും സ്വത്തും എല്ലാം ഉള്ള മനുഷ്യൻ, അയാള് ജോലി നിർത്തി 20 വർഷത്തോളം ജോലി ചെയ്തിട്ട് നാട്ടിൽ വന്നപ്പോൾ മകൾക്കും അമ്മയ്ക്കും അയാളെ വേണ്ട. അപ്പോൾ ചാനലുകാർ കുറേ അയാളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു, അവരുടെ കുടുംബത്തോട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷേ എന്തുകൊണ്ട് സംഭവിച്ചു? എന്തുകൊണ്ട് അയാൾ വിവേകമില്ലാതെ എല്ലാം അവരുടെ പേരിൽ കൊടുത്തു? ആ സ്നേഹത്തിന്റെ പേരാണ് ജഡസ്നേഹം. ജഡത്തിൽ വിതച്ചു. ജഡത്തിൽ വിതച്ചാൽ ജഡത്തിൽ നാശം കൊയ്യും. മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും, സമ്പത്തിന്റെ വിഷയമാണെങ്കിലും, പ്രാർത്ഥനയ്ക്ക് പോകുന്ന വിഷയമാണെങ്കിലും, വീടിന്റെ വിഷയമാണെങ്കിലും, ജോലിയുടെ വിഷയമാണെങ്കിലും ദൈവാലോചന ചോദിക്കണം. കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. വലിയ ബിസിനസ്മാൻമാര് അവർക്ക് കടമാണെന്ന് വിചാരിച്ചിട്ട്, അവരുടെ ബിസിനസ് പാളിയെന്ന് ഓർത്തിട്ട് കുടുംബത്തെയും ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെ ഓർക്കാതെ അവർ ആത്മഹത്യ ചെയ്യുന്നു. കാരണം അവർ ജഡത്തിൽ വിതച്ചു, കർത്താവിനിടം കൊടുത്തില്ല. അവർക്ക് വിഷയം വന്നപ്പോഴും അതുകൊണ്ട് തന്നെ ദൈവത്തോടടുത്ത് ചെല്ലാൻ അവർ കഴിഞ്ഞില്ല. എല്ലാവരും വിചാരിക്കും, ഞങ്ങളിപ്പോൾ ഇങ്ങനെ പോട്ടെ,
ഒരു വിഷയം വരുമ്പോൾ ഞങ്ങൾ കർത്താവിനോട് പോകാം. പറ്റുമോ ആർക്കെങ്കിലും? ദൈവം അടുപ്പിക്കാതെ ആർക്കെങ്കിലും അവൻ്റെ അടുത്തില്ല പറ്റുമോ? ദൈവം വിളിക്കുന്ന സമയമുണ്ട്, ദൈവം പ്രേരിപ്പിക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് ഒന്ന് ചാഞ്ഞു ചെന്നാൽ, ഒന്ന് ഹൃദയം താഴ്ത്തിയാൽ, അവൻ്റെ വചനത്തിന് ചെവി കൊടുത്താൽ അത് നിങ്ങൾക്ക് ജീവനാണ്. മക്കൾക്ക് വേണ്ടിയുള്ള, ഭാര്യയ്ക്ക് വേണ്ടിയുള്ള, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള, കുടുംബത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ സമ്പാദ്യം യഹോവ ഭക്തിയാണ്. ഒരപ്പൻ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കേണ്ട ഏറ്റവും വലിയ സമ്പാദ്യം യഹോവ ഭക്തിയാണ്. അത് മക്കൾക്ക് കൃപയായി വെളിപ്പെടും, സൽകീർത്തിയായി വെളിപ്പെടും. യഹോവ ഭക്തിക്ക് ഒരു പ്രതിഫലമുണ്ട്, നിശ്ചയം. ഇനി ദൈവിക ഇടപെടലിൻ്റെ നല്ല വശം കൂടെ പറയാം. മോശയുടെ കാര്യം തന്നെ എടുക്കാം. മോശെ 40 വർഷം രാജകൊട്ടാരത്തിലായിരുന്നു. അടുത്ത 40 വർഷം പരിചയമില്ലാത്ത പണി, പരിചയമില്ലാത്ത അറ്റ്മോസ്ഫിയർ, മോശമായ സാഹചര്യം. 40 വർഷം മരുഭൂമിയിൽ ആടുമേയ്ക്കലായിരുന്നു. പക്ഷെ ആ 40 വർഷത്തിൽ ദൈവം മോശയുടെ ജഡത്തോട് ഇടപെട്ടു. മോശ ഇപ്പോൾ ക്ലീനാണ്. ശുശ്രൂഷ മേഖലയിൽ പോലും അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു താല്പര്യമില്ല. അതുകൊണ്ടാണ് ദൈവം വിളിക്കുമ്പോൾ, കർത്താവെ വേറെ ആരെങ്കിലും വിളിച്ചോ കർത്താവെ, എന്നെ വിട്ടേരെന്ന് പറയാൻ തക്കവണ്ണം അദ്ദേഹം ഒരു നിഷ്കളങ്കനായി മാറി. നമ്മളാരെങ്കിലും പറയും പ്രസിഡൻ്റാകാൻ, പ്രധാനമന്ത്രിയാകാൻ, സെക്രട്ടറി ആകാൻ, ഖജാൻജിയാകാൻ നമ്മൾ വിളിക്കുമ്പോൾ വേറെ ആരെങ്കിലും അയക്കുമെന്ന് പറയുമോ? പ്രസംഗിക്കാൻ, ശുശ്രൂഷിക്കാൻ വേറെ ആരെങ്കിലും വിളിച്ച കർത്താവ് എന്ന് പറയുമോ? പക്ഷെ മോശ പറഞ്ഞു. മോശ ക്ലിയറായിരുന്നു. പക്ഷെ മോശ ക്ലിയറായതുകൊണ്ട് മോശയ്ക്ക് മോശയുടെ ഫാമിലിയോട് ഇടപെടേണ്ടി വന്നില്ല, ദൈവം ഇടപെട്ടു. അബ്രഹാമിൻ്റെ കാര്യം എടുത്തേ. അബ്രഹാം 99 വയസ്സ് ദൈവം ഇടപെട്ടു. 99 വയസ്സെത്തിയപ്പോഴാണ് ഇദ്ദേഹം ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡായത്. 100% ദൈവം, 0% അബ്രഹാം. ദൈവം പറഞ്ഞു, എനിക്ക് എന്നോട് ഉടമ്പടിയുണ്ട്, ഞാൻ നിനക്ക് കൊച്ചിനെ തരാൻ പോകുന്നു, കൊച്ചിൻ്റെ പേര് ഇസഹാക്ക്. ഇതെങ്ങനെ സാറയോട് പറയും? ദൈവം കൽപ്പിച്ച അന്ന് തന്നെ അബ്രഹാമും അവൻ്റെ 13 വയസ്സുള്ള ഇസ്മയിലും ആ ഭവനത്തിലെ ആണുങ്ങളെല്ലാവരും പരിച്ഛേദനയേറ്റു. അതുകൊണ്ട് ദൈവം അവൻ്റെ വീട്ടിലിറങ്ങി വന്നു. സാറയോട് ദൈവം പറഞ്ഞു, നമ്മൾ കുഞ്ഞുങ്ങളെ തല്ലണ്ട, വീട്ടിൽ വഴക്കുണ്ടാക്കണ്ട, സഭയിൽ ബഹളം വെക്കണ്ട. നമ്മൾ ജഡസ്വഭാവത്തിൽ നിന്ന് മോചനം പ്രാപിച്ചാൽ, ജഡശരീരം ഉരിഞ്ഞുകളഞ്ഞ് കൈകണ്ടല്ലാത്ത പരിച്ഛേദന നേടിത്തന്നവൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ടാൽ ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കും, ദൈവം നമുക്ക് വേണ്ടി ഇടപെടും. അതിനേക്കാൾ വലിയ ഇടപെടലൊന്നും നമുക്ക് വേണ്ടല്ലോ. ദൈവം നമുക്ക് തുണ നിൽക്കും. നമ്മൾ ജഡപ്രകാരം ഒരു പോരാട്ടം നടത്തണ്ട, ദൈവം പോരാടും. നമ്മൾ ചെയ്താൽ എന്ത് ചെയ്യും? ഒരുവൻ ആത്മാവിലായാൽ അവൻ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിലോട്ട് ഉയരുകയാണ്. പ്രശ്നങ്ങൾ അവൻ്റെ കാൽക്കീഴാകുകയാണ്. ഗവൺമെൻറ്റിലും ലോക വിഷയങ്ങളിലും, ലോകത്തിൽ നടമാടുന്ന പാപത്തിൻ്റെ വിഷയങ്ങളിലും, സഭാ വിഷയങ്ങളിലും, കുടുംബ വിഷയങ്ങളിലും, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, രോഗങ്ങൾ, പകർച്ചവ്യാധി, യുദ്ധം, ഏത് വിഷയത്തിലും ഒരുത്തിന് ആത്മാവിൽ ഇടപെടാം. വലിയൊരു കാര്യത്തിനാണ് വിളിച്ചത്. അതുകൊണ്ടാണ് ചെറിയ സാക്രിഫൈസ് ചെയ്യാൻ പറഞ്ഞത്. വിധേയപ്പെട്ടാൽ മതി. ദൈവം, നമ്മുടെ ദൈവം, അദ്ദേഹം നിർവഹിക്കും. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കൃപ നൽകട്ടെ. ആമേൻ.